മോദിജി പറഞ്ഞ പ്രമാണിച്ച് കൃപാ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടുകൊണ്ട് ഇറങ്ങിയ നമുക്ക് 2 എക്സിറ്റാണുള്ളത്. ഒരു എക്സിറ്റ് വഴി റോഡിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇവിടെ ലോക്കായിപ്പോയി, ലൂപ്പിൽ ചുരുളിക്കകത്തായിപ്പോയി. നമുക്ക് വീഡിയോ ചെയ്യണ്ടേ, അതുകൊണ്ട് ഈ മൂത്രനാറ്റം സഹിച്ചത് എവിടെയും ചെയ്യാമെന്ന് വിചാരിച്ച്. എന്തായാലും ഇങ്ങനെയൊക്കെ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വഴി കൂടി സാധാരണക്കാർക്ക് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം കേട്ടോ. ഇത് ഒരു മറ്റേ പരിപാടിയായി പോയി. ഇനിയിപ്പം ഇനി ഇവിടെ വെളിയിൽ പോകാൻ പറ്റുമെന്നാണ് ഇവിടെ. എന്തായാലും നമ്മളെ സിനിമയിലേക്ക് വരാം. അദ്വൈത് നായർ സംവിധാനം ചെയ്ത സിനിമ, ഷോർട്ട് ഫിലിമിൻ്റെയൊക്കെ ഡയറക്ടറൊക്കെ ആയിരുന്നു. സിനിമയാണ് ചത്ത പച്ച. മലയാളത്തിൽ WWE റെസ്ലിംഗ് ആസ്പദമാക്കി വന്ന ആദ്യത്തെ സിനിമ. ഇന്ത്യയിലൊക്കെ വേറെ സിനിമകൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഉദ്യമത്തിന്, ഒരു എഫേർട്ടിന് ഒരു കയ്യടി കൊടുക്കുക. കാരണം ഇതിലുള്ള അഭിനേതാക്കളൊക്കെ ആ ഒരു റെസ്ലിംഗ് എന്നുള്ള പേഴ്സ്പെക്റ്റീവിൽ മാക്സിമം നന്നായിട്ട് അവർ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം അത് ഒരു പ്രൊഫഷണലായിട്ട് തന്നെ നമുക്ക് പലയിടത്തും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആ റെസ്ലിംഗ് മാച്ചസ് കാണാനൊക്കെ നമുക്ക് ഒറിജിനൽ ഇപ്പോൾ കൊച്ചിയിൽ നമുക്ക് WWEയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ, അത് പലയിടത്തും നമുക്ക് അത് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അവർ മാച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇവരുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. ഇപ്പോൾ പപ്പ പോലെ തന്നെ ഇപ്പോൾ പിള്ളേർ വന്ന് നിന്നിട്ട് കഥ നറേറ്റ് ചെയ്യണം കാണുമ്പോൾ തന്നെ ഒരു ക്രിഞ്ചാണ്. ഇത് വന്നിട്ട് ഇതിൽ ഈ സിനിമയിലെ മിക്കവരും കുറേ സമയം കഴിയുമ്പോൾ നാട് വിട്ടു പോകും കേട്ടോ. നാട് വിട്ട് പോയിട്ട് വരുന്നു, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുന്നു, അങ്ങനത്തെ ഉള്ള പരിപാടികളാണ്. അപ്പോൾ ഇവരൊക്കെ വന്ന് കൊച്ചിലേ അവർ ഒരു റൗണ്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ അവർ നാട് വിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും പരിചയപ്പെടുത്തണം. ഈ പരിചയപ്പെടുത്തൽ കുറേ നേരം തുടക്കം. അത് ഒട്ടും ഓർഗാനിക്കായിട്ട് ഫീൽ ചെയ്തില്ല, നല്ല വലിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്താ ഇത്, ഒരു അവിടെ കോമഡിയും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ എന്തൊക്കെ ഇവർ കാണിച്ച് മറ്റേ നമ്മൾ ചോട്ട മുംബൈയിലെ ഇൻട്രോ എടുക്കൂലേ, അതുപോലെ വളരെ ലൈറ്റായിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ പറഞ്ഞു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നരേഷനും അത്ര കൊള്ളൂല. അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു 3-4 പേര് ജയിലിൽ തുറക്കും. അവന്മാരെ ഇറങ്ങണ തൊട്ട് പിന്നെ അങ്ങോട്ട് സിനിമ ഒരു രസമുണ്ട്. ഇപ്പം നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ കട്ടിലൊക്കെ മറ്റേ ജോൺ സീനയുടെയും ട്രിപ്പിൾ എച്ചിൻ്റെയൊക്കെ മൂവ്മെൻ്റൊക്കെ ചെയ്ത് ചോക്സ്ലാമൊക്കെ ചെയ്ത് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടല്ലോ, അത് നമുക്കറിയാം. അത് വീണ്ടും ഇങ്ങനെ എപ്പോഴും കാണിച്ച് അത് കുറച്ച് നീണ്ടു പോയതുപോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഇവരുടെ എൻട്രി കഴിഞ്ഞതിന് ശേഷം ഒരു രസമുണ്ട് പടം. കാരണം നമുക്കൊരു WWE മാച്ച് കാണുമ്പോൾ ഒരു രസമുണ്ടല്ലോ, അത് അവർക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫിയും ഇവരുടെ പെർഫോമൻസും ഒക്കെ അടിപൊളിയാണ് ആ ഒരു സാധനം. പക്ഷേ ഇതിനകത്ത് കാണിക്കേണ്ട ഹൈ വൗ മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് പലയിടത്തും WWE തന്നെ അവർ സ്ക്രിപ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളതിൻ്റെ റെപ്പറ്റീഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു പല സാധനങ്ങളും. അതിൽ നമ്മളിപ്പോൾ കെയിനും അണ്ടർടേക്കർ തമ്മിലുള്ള സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ട് അവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടല്ലോ, ബിഗ് ഷോ ഒക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു റിസംബ്ലൻസ്. എന്നാലും നമ്മുടെ കലാകാരന്മാർ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അർജുൻ അശോകനും റോഷൻ മാത്യുവും ഇവരൊക്കെ വന്ന് ചെയ്യുന്നത് കാണുമ്പോൾ ഉള്ളൊരു സാധനമുണ്ട്, ഇവർ ചെയ്തല്ലോ എന്നുള്ളൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആ ഒരു സംഭവത്തോടെ പടം ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ ഇപ്പോൾ ഓക്കെ. ഫൈറ്റ് കൊള്ളാം, അതിൻ്റെ സിനിമോട്ടോഗ്രഫി, സി ചന്ദ്രൻ്റെ സിനിമോട്ടോഗ്രഫി നമുക്ക് ഏകദേശം സിമിലറായിട്ട് നമുക്ക് മറ്റേ ആലപ്പുഴ ജിങ്കാനയില്ല, പക്ഷേ ബോക്സിംഗ് ആയിരുന്നു. ഇതായിട്ട് മാറിയെന്നേ ഉള്ളൂ. അത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രബീൺ പ്രകാറിൻ്റെ കട്ട്സ് എടുത്ത് പറയണം, കുറേ നല്ല കട്ട്സ് ഉണ്ട്. മുജീബ് മജീദിൻ്റെ മ്യൂസിക് ഒരു ഹൈലൈറ്റാണ്. പലയിടത്തും ഈ സിനിമയെ ഓണാക്കി നിർത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ പാട്ട് ചെയ്തിരിക്കുന്നത് പുള്ളിയല്ല, പാട്ട് ചെയ്തിരിക്കുന്നത് ശങ്കർ ഈശാൻ ലോയ് എന്നുള്ള ഒരു മച്ചാനാണ്. അപ്പം അത് പാട്ടുകളും അത്യാവശ്യം രസമുള്ള പാട്ടുകളായിട്ട് വൈബായിരുന്നു. എങ്ങനെ പോയി. പക്ഷേ ഇതിൽ പെർഫോമൻസിൽ അർജുൻ അശോകൻ ആസ് യൂഷ്വൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. റോഷൻ്റെ എൻട്രി കിടിലായിരുന്നു. റോഷൻ പൊളി, നല്ല ഒരു ക്യാരക്ടർ. പിന്നെ ഉള്ളത് ഇഷാൻ ഷൗക്കത്ത്, അതായത് മാർക്കോയിലെ നമ്മളെ ഉണ്ണിമുഖത്തിൻ്റെ കണ്ണ് കാണാത്ത അനിയൻ. അവൻ നമ്മൾ ഹീത്ത് ലെഡ്ജർ ഉണ്ടല്ലോ, ഹീത്ത് ലെഡ്ജറിന് ജോക്കറിൻ്റെ കഥാപാത്രം ചെയ്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് കുറേ കാലം ഇതിൻ്റെ ഹാങ് ഓവറിൽ പുള്ളി ജോക്കറിനെ പോലെ ആയിരുന്നു എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ പുള്ളിക്ക് എന്തോ ഹാങ് ഓവർ ഇരിപ്പുണ്ട്. പുള്ളി ഇപ്പോൾ ഏത് കഥാപാത്രത്തിൽ വന്നാലും കണ്ണ് കണ്ടുകൂടാത്ത ഒരു മനുഷ്യ വന്നിക്കുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അത് ആ സിനിമ കണ്ടുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, മിക്ക സീനിൽ ഈ സിനിമയിൽ ഒരു അന്ധനായിട്ട് പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, മച്ചാ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ മൂവ്മെൻറ്റ് വേണം, എപ്പോഴും ഐ മൂവ്മെൻറ്റ് വേണം. ഇടയ്ക്ക് കണ്ണെങ്കിലും ചിമ്മണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചത്ത കണ്ണ് വെച്ച് അഭിനയിക്കുമ്പോൾ തോന്നും. അല്ലാതെ നിങ്ങളുടെ ഒരു ഫേസ് ഒരു അട്രാക്റ്റീവ് ഫേസാണ്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പയ്യൻ എന്നുള്ളൊരു സാധനം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കണ്ണിൻ്റെ നമുക്ക് ആ പടം കിടക്കണുണ്ട്, ഒരു ഹാങ് ഓവർ വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഭാവിയിൽ. മറ്റപടി ഫൈറ്റും കാര്യങ്ങളും ഫിസിക്കും ഒക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അടിപൊളി. പിന്നെ വിശാഖ് നായർ, പുള്ളി കിടുപട. പുള്ളിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റിയും പെർഫോമൻസ്, സ്വാഗും ഡയലോഗ് ഡെലിവറിയും ഒക്കെ സാധനം, ക്യാരക്ടർ പൊളി. ഇതിനെല്ലാം അപ്പുറം ഞെട്ടിച്ച ഒരു പെർഫോമൻസ് പറഞ്ഞാൽ വേദിക ശ്രീകുമാർ കുഞ്ഞിൻ്റെയാണ്. അവൾ നമ്മുടെ ഡ്രാമാസ് ജൂനിയർ എന്നുള്ള റിയാലിറ്റി ഷോയുടെ ഫൈനലിസ്റ്റ് ആയിരുന്നു. കിട്ടില്ല പെർഫോമൻസ്, കുഞ്ഞ് ആരും ഉമ്മ കൊടുക്കാൻ തോന്നും. നല്ല ക്യൂട്ട്നെസ്സും നല്ല എക്സ്പ്രഷനും, ഭയങ്കര രസം അവളെ കണ്ടുകൊണ്ടിരിക്കുക സിനിമയിൽ. അതുപോലെ ഇലക്ട്രോണിക് നൈട്രോ കിളി എന്നൊരു ക്യാരക്ടർ ചെയ്ത കാർമൻ എസ് മാത്യു, പുള്ളിക്കാരി സൂപ്പറായിരുന്നു. പിന്നെ ഉള്ളത് സിദ്ദിഖ്, റാഫി, മിനൻ ജോൺ, അവനും കുഴപ്പമില്ലായിരുന്നു. തസ്നി ഖാൻ,
പിന്നെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്. പിന്നെ ശ്യാമപ്രകാശ് എന്നൊരു മച്ചാനുണ്ട്. പുള്ളി ബേസിക്കലി സിനിമോട്ടോഗ്രാഫറാണ്. പുള്ളിയെ കാണുമ്പോൾ നമ്മുടെ ബിഗ് ബോസിലെ നെവിൻ്റെ ഓർമ്മ വരും. അവന് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സായി കുമാർ, ഇവരൊക്കെ തന്നെയാണ് ഉള്ളത്. എല്ലാവരും ഓരോ റോൾ ചെയ്തു പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങി പിന്നെ പടം ആ ഒരു വൈബിൽ പിടിച്ച് പോവുകയാണ്. ഇതിനകത്ത് WWE പാർട്ട്, റെസ്ലിംഗ് പാർട്ട് ഒക്കെ നല്ലതുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇവരൊരു കഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് ഈ ക്ലീഷേ എന്ന് പറഞ്ഞാൽ ക്ലീഷേരെ ഏറും കളി ക്രിഞ്ച് പരിപാടി. ഒന്ന് ചുമ്മാ രണ്ടുപേർ സംസാരിച്ച് തീരണ കേസേ ഉള്ളൂ. അത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ മലയക്കോട്ടെ വാലിബല്ലുണ്ട് ഇവിടെ മരക്കാറിലുള്ള പോലത്തെ ഒരു കോൺഫ്ലിക്റ്റ് അത് ക്രിഞ്ചായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഓട്ടിക്കണം. ഇതിൽ വാൾട്ടർ എന്ന് പറയും പോലെ ഇത് പഴയ ഏതോ സിനിമയിലെ വില്ലന്മാർ ചെയ്യുന്ന പോലത്തെ പരിപാടി അതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ക്രിഞ്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് വരുമ്പോൾ ഈ സമയത്ത് ഇന്ന ആൾ വരും, ഇന്ന പ്രഡിക്റ്റബിളാണ്, ഇതിങ്ങനെ നടക്കുകയുള്ളൂ, അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ക്യാമിയോടെ എൻട്രി, 1-2 ക്യാമിയോസ് ഉണ്ട്. ചിലരൊക്കെ രസമുണ്ടായിരുന്നു. ക്യാമിയോടെ എൻട്രി വരുമ്പോൾ ഇപ്പോൾ ക്യാമിയോടെ എൻട്രി വരും, ഇപ്പം മറ്റവ ഇങ്ങനെ പറയും, മറ്റവ ഈ സമയത്ത് ഇതെല്ലാം പ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഈ ഫൈറ്റ് നമ്മൾ ചുമ്മാ കണ്ടോണ്ടിരിക്കണം. ഫൈറ്റ് മാത്രം കണ്ടോണ്ട് കാര്യമില്ല, അവിടെ ഇമോഷൻ വേണമല്ലോ. ആ ഇമോഷൻ വർക്കൗട്ടായില്ല. ആ ഇമോഷൻ കോൺഫ്ലിക്റ്റ് ക്രിഞ്ചായിരുന്നു. അതാണ് പറ്റിപ്പോയത്. അതുകൊണ്ട് തന്നെ പിന്നെ എടാ ഒന്ന് മതി, കോട്ടയം നേരം കൊണ്ട് അടി കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും പോയാൽ ബോറല്ലേ, അടി കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വാൾട്ടർ വരുന്നു. വാൾട്ടർ ഓരോണെന്ന് ഓരോരു പറഞ്ഞിട്ടില്ല, ഓർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാനും പറയില്ല ഓരോണെന്ന്. വാൾട്ടറിൻ്റെ എൻട്രി ലുക്ക് ഓക്കെ സെറ്റ്. പിന്നെ വന്നപ്പോഴേക്കും OTT വരാത്ത ഒരു സിനിമയിലെ ഏതൊക്കെയോ ഭാഗങ്ങളെ എനിക്കത് അനുസ്മരിപ്പിച്ചിട്ടുണ്ട്. ഞഞ്ഞായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാമിയോ എന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ കാണുക, കണ്ട് വിലയിരുത്തുക. പൊളി, പന്നിപ്പൊളി. പിന്നെ പടം അപ്പോഴും മൊത്തത്തിൽ ഡൗൺ ആയി പോയി പോലെ തോന്നി. അതുകൊണ്ട് തന്നെ അതിനും ഒരു ഇതൊന്നുമില്ല. പിന്നെ അതിന് മാത്രം പറയേണ്ട കാര്യവുമില്ല. മൊത്തത്തിൽ കുലാസ് അങ്ങനെ ആകെ മൊത്തത്തിൽ നമ്മൾ ഫീൽ ചെയ്യുമ്പോഴേക്കും ഈ സിനിമയുടെ സിനിമോട്ടോഗ്രഫി ടെക്നിക്കൽ സൈഡ് വളരെ മികച്ചതാണ്. ഫൈറ്റ്സൊക്കെ ഉണ്ട്. നമുക്ക് എവിടെയൊക്കെയോ WWE സാധനം നമ്മളിവിടെ നിന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇവർ ചെയ്യുമ്പോൾ. അത് മാത്രമല്ല ഈ അടിയുടെ ഇടയിൽ ഇവന്മാർ മൊത്തം ഉടായ്പാണ് കാണിക്കുന്നത് WWE. പക്ഷെ അത് നമ്മളെ കാണിക്കുന്നില്ലല്ലോ, നമ്മൾ ഇതായിട്ട് കണ്ടുകൊണ്ടിരിക്കില്ല. പക്ഷേ അവരുടെ ഇടയിൽ അവർ സംസാരിക്കുന്നത് കളിയാ, അടി ചാടും മറി എന്നൊക്കെ അവർ പറയണ കമ്മ്യൂണിക്കേഷൻ ഇവർ മലയാളത്തിൽ പറയണ കേൾക്കാൻ രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നാമ്പുറ കാഴ്ചകളുണ്ടല്ലോ, അത് വൈബായിരുന്നു. ഒരു പുതുമയുണ്ടായിരുന്നു. അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് തിയേറ്ററിൽ ഒരു തവണ കാണുക എന്നുള്ള സിനിമ. പക്ഷേ കഥ വൈസ് ഭയങ്കര ഫ്ലാറ്റായിപ്പോയി, ഭയങ്കര പ്രഡിക്റ്റബിളായിപ്പോയി, ക്ലീശേ സാധനമായിപ്പോയി എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ചത്താ പച്ച ചത്ത് പോച്ച ഒന്ന് ഇനി വരും ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് നോക്കിയാൽ മതി. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്തത് ഈ പടം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്ര ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വരട്ടെ.